ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് ഐറ്റംസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് ഉണ്ടാക്കാനൊക്കെ പണ്ട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് തവണ ബ്രെഡ് ഉണ്ടാക്കാൻ നോക്കി, ഒരുപാട് തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇനി അഥവാ സക്സസ് ആയിട്ട് ബ്രെഡ് നന്നായിട്ട് കാഴ്ചയ്ക്ക് ഭംഗിയായിട്ടുണ്ടായാലും അത് കഴിക്കാനായിട്ട് വലിയ രീതിയിൽ പറ്റാത്ത ഒരു ഈസ്റ്റിൻ്റെയൊക്കെ ഒരു ചൊവയോ അതെന്താന്ന് പറയാൻ പറ്റാത്ത ഒരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ടേസ്റ്റ് ഒന്നും ആയിരിക്കില്ല നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ്. അപ്പോൾ ഇതിനൊക്കെയുള്ള കാരണങ്ങൾ ഞാൻ കണ്ടുപിടിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ എന്തായാലും പാൽ ഉപയോഗിക്കുന്നില്ല, അതുപോലെ തന്നെ നമ്മൾ ബട്ടർ ഉപയോഗിക്കുന്നില്ല. പാലിന് പകരം നമ്മളിവിടെ സാധാരണ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ബട്ടറിന് പകരം നമ്മളിവിടെ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കത് വേണമെങ്കിൽ പാലും ബട്ടറും ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ടേസ്റ്റിൽ അതിൻ്റെ രീതിയിലുള്ള ഒരു വ്യത്യാസം, ബട്ടറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും, മിൽക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. എന്നാൽ ഈ ബ്രെഡിന് ടേസ്റ്റ് കുറവെന്നല്ല ഞാൻ പറഞ്ഞത്, എങ്കിലും നമ്മൾ ചേർക്കുന്ന ഐറ്റത്തിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ എൻഹാൻസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി കുറച്ച് പേർക്കെങ്കിലും ബ്രെഡ് ഉണ്ടാക്കണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അങ്ങനെ ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ഒരു കമൻറ്റും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് വലിയൊരു സന്തോഷമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ ബ്രെഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ബ്രെഡ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റാണ്. നമ്മൾ കയ്യിലിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് നിവർത്തി എടുത്തു കഴിഞ്ഞാൽ അതുപോലെ നമ്മളൊരു കർച്ചീഫൊക്കെ ചുരുട്ടിയെടുക്കുന്ന പോലെ അതുപോലെ നമുക്ക് വെക്കാം. അതുപോലെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ എൻഡ് വരെ നിങ്ങൾ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ ഇത് അടിപൊളിയായിട്ടുള്ള കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഈ ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മൈദയാണ്. മൈദ നല്ല ബ്രാൻഡ് മൈദ തന്നെ നമ്മൾ എപ്പോഴും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിവിടെ എലൈറ്റിൻ്റെ മൈദയാണ് എടുക്കുന്നത്. മൈദ ഒരു 2 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് അരക്കപ്പാണ്, അതുകൊണ്ടാണ് 4 പ്രാവശ്യമായിട്ട് അളന്നെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ കപ്പാണ്. അപ്പോൾ 2 കപ്പ് മൈദ എടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂൺ, ഒരു 1.5 ടീസ്പൂൺ, 1.5 ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ മൈദ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മാവ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാല് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിന് പകരമായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് വെള്ളം ഒന്ന് ചൂടായി വരിക, അല്ല തിളയ്ക്കണ്ട. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടുന്ന ഒരു ചൂടുണ്ടല്ലോ, അത്ര തന്നെ മതി. അല്ല തിളച്ച് പോകരുത്, നല്ലപോലെ തിളയ്ക്കരുത് വെള്ളം. കാരണം പലപ്പോഴും ഈ മാവ് നമുക്ക് പൊങ്ങി കിട്ടാതിരിക്കാനുള്ള മെയിൻ കാരണം ഭയങ്കരമായിട്ടുള്ള ചൂടാണ്. എപ്പോഴും നമുക്ക് ഈസ്റ്റ് ആക്റ്റീവായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കൈ തൊട്ട് നോക്കുമ്പോൾ ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ ചൂടുണ്ട്, ആ ഒരു രീതിയിലുള്ള ചൂടായിരിക്കണം. അല്ലാതെ അമിതമായിട്ടുള്ള ചൂടെടുത്ത് ഈസ്റ്റിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ പാലായിക്കോട്ടെ വെള്ളമായിക്കോട്ടെ അത് നമുക്ക് ആക്റ്റീവായിട്ട്, അതായത് പുളിച്ച് കിട്ടില്ല, മാവ് പൊങ്ങി കിട്ടില്ല കേട്ടോ. ഇനി നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 രീതിയിൽ ഇത് ചെയ്യാം. ബ്രെഡ് എന്ന് പറയുന്നത് ഒരു കൺവെൻഷണൽ മെത്തേഡിൽ നമ്മൾ ബ്രെഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മാവ് നല്ല ഒരു എന്താ പറയുക, ചപ്പാത്തി അല്ല ആ ഒരു ചപ്പാത്തി പരുവത്തിൽ അതല്ല, അത്ര ഇങ്ങനെ ഹാർഡായിട്ടല്ല, പക്ഷെ എന്നാലും കുറച്ചുകൂടെ നമുക്ക് കയ്യിലൊട്ടാത്ത രീതിയിലുള്ള ഒരു ഡോ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ നല്ലപോലെ അത് പരത്തി അത് കുഴച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് എളുപ്പത്തിന് ചെയ്യുന്നത്. അതായത് ആ 1 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത പഞ്ചസാര അലിയിച്ച വെള്ളം ഇതിലോട്ട് ചേർക്കും. എന്നിട്ട് കുറേശ്ശെ ഒരു ഏകദേശം 1/4 കപ്പ് അല്ലെങ്കിൽ അരക്കപ്പ് വെളിച്ചെണ്ണ അല്ല, എണ്ണയൊന്നും ഓയിലൊന്നും വേണ്ട, ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്തൊക്കെ മതിയായിരിക്കും. അപ്പോൾ 1/4 കപ്പിൻ്റെ അടുത്ത് എണ്ണ, ഓയിൽ, സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഇങ്ങനെ ചേർത്തിട്ട് നമ്മൾ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ വെച്ച് ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
മിക്സ് ചെയ്യുമ്പോൾ തന്നെ, അതായത് നമ്മൾ നല്ലപോലെ ഇങ്ങനെ കുഴച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ കുഴയ്ക്കുക. അതിന് ശേഷം കുറച്ച് മൈദ മാവ് ഇട്ടിട്ട് മൈദ പൊടി ഇട്ടതിന് ശേഷം ഇച്ചിരി ഒന്ന് ടൈറ്റായിട്ട് എടുക്കുക. ഈ മാവിനെ ഒന്ന് ചെറുതായിട്ട് ടൈറ്റാക്കി എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഫ്ലോപ്പ് ആവില്ല എന്ന് പറയാൻ കാരണം ഇത് തന്നെയാണ്. മറ്റേ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കത് കൃത്യമായിട്ടുള്ള മാവിൻ്റെ ഒരു പാകമുണ്ട്. അതേ രീതി കിട്ടിയാൽ മാത്രമാണ് നമുക്കത് കുറച്ചുകൂടെ എന്താ പറയുക, ബ്രെഡ് നന്നായിട്ട് വരുള്ളൂ. പക്ഷെ ഇതിലങ്ങനെ വേണ്ട. നമുക്ക് കുറച്ച് ഈ ഒരു രീതിയിൽ, അതായത് നമുക്കറിയാം നമുക്ക് ഒരുപാട് ഒട്ടലില്ലാതെ എണ്ണ വെച്ച് കയ്യിൽ പുരട്ടി കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിലൊന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ, ഇതെങ്ങനെ ഫോൾഡ് ചെയ്ത് അകത്തോട്ട് ഫോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ മാവ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഈ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ മാവ്, മൈദയുടെ ഈ മിക്സ്, ഈ മാവ് എടുത്തിട്ട് നമ്മൾ ആ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിങ്ങനെ ഒരു ജെല്ലി പോലെ അല്ല, ഒരുപാട് ലൂസല്ല, എന്നാൽ അത്യാവശ്യം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. വളരെ സോഫ്റ്റാണ്. കൈ വെച്ച് ഇങ്ങനെ ഈ മാവിൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞത് ഇങ്ങനെ പൊങ്ങി വരും. നമ്മൾ കുഴിഞ്ഞ ഇടം ഇത് വീണ്ടും നോർമലായിട്ട് വരും. അത്ര രീതിയിൽ ഒരു ഇതിലാണ് ഞാനിവിടെ ഈ മാവ് റെഡിയാക്കിയിരിക്കുന്നത്. ഇതിനി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. റെസ്റ്റ് ചെയ്ത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ, അത് ക്ലൈമറ്റ് അനുസരിച്ചൊക്കെ വ്യത്യാസം വരും. ഏകദേശം 1 മണിക്കൂറിൽ എൻ്റെ ഈ മാവ് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം നമ്മൾ ഇതിനൊന്ന് ഈ മാവിനെ നമ്മളൊന്ന് ബ്രെഡിൻ്റെ ആ ഒരു ഷേപ്പിലോട്ടൊന്ന് ആക്കിയെടുക്കുകയാണ്. അതായത് ബ്രെഡ് നീണ്ടിട്ടാണല്ലോ ഇരിക്കുന്നത്, നീളത്തിലാണല്ലോ ഇരിക്കുന്നത്, ആ ഒരു ഷേപ്പിലോട്ട് ആക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ രീതിയിൽ ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ, നോർമൽ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ മാവ് കുറച്ചുകൂടെ കട്ടിയായിരിക്കും. അപ്പം നമുക്ക് ചപ്പാത്തിക്കോല് വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതങ്ങനെ പരത്തിയാൽ അത് ഒട്ടിപ്പിടിക്കും. സ്വാഭാവികമായിട്ട് ഇത് ഇച്ചിരി ലൂസായിട്ടുള്ളൊരു മാവാണല്ലോ. അപ്പം അതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ കയ്യിൽ 2 കൈയിലും എണ്ണ തേച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ചുരുട്ടി ഇങ്ങനെ കൊണ്ടുവരിക. നമ്മൾ പായൊക്കെ ചുരുട്ടിയെടുക്കുന്ന പോലെ നമ്മൾ ഈ ബ്രെഡിൻ്റെ മാവിനെ ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ അത് അതിൻ്റേതായ രീതിയിൽ നമ്മൾ ബ്രെഡ് കഴിക്കുമ്പോൾ കാണാമല്ലോ, നല്ല ഈവനായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ മാവ് അങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മൾ ആ ട്രേയിലിട്ടാൽ മതി. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ നല്ല ഈവനായിട്ട് പൊങ്ങിയും കിട്ടും. അതുപോലെ ഓട്ടയായിട്ടൊന്നും അവിടെ ഇവിടെയൊക്കെ ഹോളായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാനിവിടെ ഒരു ബ്രെഡിൻ്റെ ടിന്നെടുത്തിട്ടുണ്ട്. ഇത് പണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തു, അതിലിച്ചിരി എണ്ണ തേച്ചിട്ട് ഞാൻ അതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ അത്ര തന്നെ മതിയാകും. അത് കഴിയുമ്പോഴേക്കും ഇത് അവിടെ ഇരുന്ന് ഇങ്ങനെ പൊങ്ങി വരും. ഇതിപ്പോൾ ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അടച്ചു കൊടുക്കുമ്പോൾ നീ തുണി വെച്ച് അടച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള ടിന്നാണെങ്കിൽ ആ ടിന്നിൻ്റെ അടപ്പിൻ്റെ മുകളിലും കുറച്ച് എണ്ണ തേക്കുക കേട്ടോ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മുട്ട എടുത്തിട്ട് അതൊന്ന് തേച്ച് കൊടുക്കുകയാണ്. മുട്ട നല്ലപോലെ അടിച്ചിട്ട് അത് തേച്ച് കൊടുക്കുകയാണ്. അപ്പം നല്ല കളറ് കിട്ടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഈ ബ്രെഡ് ഇതൊരു ടിപ്പാണ് കേട്ടോ. ബ്രെഡിന് നല്ലൊരു കളറ് കിട്ടാൻ, മോൾ ഭാഗത്ത് നല്ലൊരു ഗ്ലേസിങ് കളറും നല്ല ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ കുറച്ച് ഇതിലോട്ട് ഈ വെള്ള കളറിലുള്ള എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 250 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ബേക്കായി വന്ന് ഇറക്കി കഴിയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റും കൂടും, അതുപോലെ ബ്രെഡിൻ്റെ സോഫ്റ്റ്നെസ്സും കൂടും. എന്നിട്ട് നമ്മൾ അതൊന്ന് അടച്ചു വെക്കണം. അങ്ങനെ തുറന്ന് വയ്ക്കരുത്. ഒരു തുണിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ചൂടൊക്കെ ആറിയൊക്കെ ഒന്ന് കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചൂടോടുകൂടി കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മുറിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ ബ്രെഡ് അങ്ങനെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തുടക്കക്കാർ പ്രത്യേകിച്ചും. ഓക്കെ, താങ്ക് യു.